बेटा दूर कर थोड़ी सा ऊपर कर फोटो खींच लो बेटा ऐसा ऊपर कर हाँ ये लकड़ी तो मजबूत डालो खींचा ना लकड़ी को ये लकड़ी है ना कपूर कुछ कटले कपूर दा कपूर का बोला അധികാരത്തിന്റെ ദാഷ്ട്യത്തില് സംഘപരിവാറിന്റെ ഭീകരർ നടത്തുന്ന അക്രമത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിങ്ങൾ ഈ കണ്ടത്. ബീഹാറിൽ നിന്നുള്ള കാഴ്ചയാണ്. ബീഹാറിലെ ശിവരാജ്പൂരിൽ നിന്ന് 25 വയസ്സുകാരനായ ഷഹസാദ് അലി എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ മൃതദേഹം അടക്കം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. വളരെയധികം വേദനാജനകമായ ക്രൂരതയുടെ പര്യായം. ഒരു കാരണവുമില്ലാതെ 25കാരനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. മേ ബി അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 5000 രൂപ നഷ്ടപ്പെട്ടതായിട്ട് ഈ ഷഹസാദ് അലി എന്ന് പറയുന്ന 25കാരൻ്റെ ഭാര്യ പരാതി നൽകുന്നുണ്ട്. പരാതിയിൽ പറയുന്നുണ്ട് കയ്യിലുണ്ടായിരുന്ന 5000 രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളത്. മേ ബി ഈ 5000 രൂപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ മുസ്ലിമായ ഷഹസാദ് അലിയെ വകവരുത്തണമെന്നുള്ള മുസ്ലിം വിരോധത്തിൻ്റെ പേരിൽ നടത്തിയ ക്രൂരത ഇവിടെ ഈ 5000 രൂപയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ പറയില്ല. കാരണം 2.5 മാസം മുൻപാണ് ഇതേ ഷഹസാദ് അലിയുടെ മൂത്ത സഹോദരൻ നൗഷാദ് അലി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ട് മരത്തിൽ കെട്ടിത്തൂക്കിയതായിട്ടുള്ള മരണം ഈ കുടുംബം കണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഹിന്ദുത്വ ഭീകരവാദികളുടെ അക്രമത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ച. മുസ്ലിമായതിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ മുസ്ലിം വിരോധം തലക്ക് പിടിച്ച് ആകെ ഭ്രാന്തിളകി ഒരു കൂട്ടം ചെന്നായ കൂട്ടങ്ങളെപ്പോലെ കലിതുള്ളി നടക്കുകയാണ് സംഘപരിവാർ. അധികാരത്തിൻ്റെ പിൻബലങ്ങൾ ഇവർക്ക് പ്രചോദനമാവുകയും ചെയ്യുകയാണ്. ബീഹാറിൽ, അസമിൽ, ബംഗാളിൽ, UP-യിൽ, ഡൽഹിയിൽ, രാജസ്ഥാനിൽ എന്ന് വേണ്ട ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിരന്തരമായിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന സഹോദരന്മാർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യം ഒരുപാട് പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ, നേരിടാൻ കഴിയാതെ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ ഇതൊന്നും ചർച്ചയാവരുത്, ഈ ചോദ്യങ്ങളൊന്നും ജനം ഭരണകൂടത്തോട് ചോദിക്കരുത് എന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ വിത്തുകൾ പാകിയിട്ട് മുസ്ലിം സഹോദരങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ബക്രീദിനോടനുബന്ധിച്ച് തുടങ്ങിയതാണ് ഈ വേട്ടയാടൽ. കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ മെയ് 4-ന് ശേഷം ഒരു ഇടവേള ഉണ്ടായിരുന്നതാ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക്. എന്നാൽ കഴിഞ്ഞ മെയ് 4-ന് ശേഷം അസമിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തുടങ്ങിയതാണ് ഈ വേട്ടയുടെ ക്രൂരമായ മുഖങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 30-ാം തീയതി വീട്ടിലുണ്ടായിരുന്ന ഷഹസാദ് അലിയെ ഒരു കൂട്ടം ഹിന്ദുത്വ ഭീകരവാദികൾ, ഹൈന്ദവ ഭീകരവാദികൾ എന്നല്ല ഞാൻ പറയുന്നത്, ഹിന്ദുത്വ ഭീകരവാദികൾ. ഹൈന്ദവനും ഹിന്ദുത്വയും തമ്മിൽ ആനയും മണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഹിന്ദുത്വ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ RSS സംഘ് പരിവാർ ഭീകരവാദികൾ, വർഗീയവാദികൾ, ഫാസിസ്റ്റുകൾ, ക്രൂരന്മാര്, വേട്ട ചെന്നായക്കള്. ആ ചെന്നായക്കള് ഷഹസാദ് അലിയെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്നത്. സമീപത്തുള്ള ഒരു കൃഷിഭൂമിയിൽ കൊണ്ടുപോയി അവിടെയുള്ള മരത്തിൽ കെട്ടിയിട്ട് ആയുധങ്ങൾ കൊണ്ട് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ഷഹസാദിൻ്റെ കയ്യിലുണ്ടായിരുന്ന 5000 രൂപയും ഈ വേട്ടച്ചെന്നായ്ക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോയി.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ക്രൂരതയുടെ പര്യായമായിട്ടാണ് നമ്മൾ ഈ കാഴ്ചകളെ കാണേണ്ടി വരുന്നത്. ഈ രാജ്യത്ത് ഇത് ഹിന്ദുവിൻ്റെതല്ല, ഇത് ഹിന്ദുത്വയുടേതല്ല, ഇത് മുസ്ലിമിൻ്റെതല്ല, ഇത് ക്രൈസ്തവൻ്റെ രാജ്യമല്ല, ഇത് ഇന്ത്യക്കാരൻ്റെതാ. അവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രൈസ്തവനുണ്ട്, മതമുള്ളവനുണ്ട്, മതമില്ലാത്തവനുണ്ട്, ദളിതനുണ്ട്, പാഴ്സിയുണ്ട്, സിഖുകാരനുണ്ട്, ജൈനനുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരുടേതുമാണ് രാജ്യം. ഈ രാജ്യം ഇവർക്കെല്ലാവർക്കും ഇവിടെ ജീവിക്കുവാനുള്ള അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്ന ഭരണഘടനയാണ് ഈ രാജ്യത്തിനുള്ളത്. എന്നിട്ടും പാവപ്പെട്ടവൻ്റെ, പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവൻ്റെ, നിരാലംബരായിട്ടുള്ളവൻ്റെ മുകളിൽ അവൻ്റെ മെക്കിട്ട് കയറുകയാ അധികാരത്തിൻ്റെ ഹുങ്കിൻ്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട്. അല്ലേ, ബീഹാറിൽ സർക്കാരുണ്ടെന്നുള്ള അധികാരം, രാജസ്ഥാനിൽ സർക്കാരുണ്ടെന്നുള്ള അഹങ്കാരം, അസമിൽ ഞങ്ങളാണ് ഭരിക്കുന്നത് എന്നുള്ള ധാർഷ്ട്യം, ബംഗാള് ഞങ്ങളാണ് ഭരിക്കുന്നത് എന്നുള്ള ഹുങ്ക്, ഇതിൻ്റെയൊക്കെ പുറത്ത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത പട്ടിണി പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നെഞ്ചത്ത് കയറിയിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ട് തല്ലിക്കൊല്ലുന്ന രാജ്യമായിട്ട് ഈ രാജ്യം മാറുന്നതിൻ്റെ നേർക്കാഴ്ച എത്രമാത്രം ഭീകരമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ ഭീകരവാദികള്, RSSന്റെ സംഘ് പരിവാറിന്റെ ഭീകരവാദികള്, ഫാഷിസ്റ്റുകൾ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾക്ക് തടയിടാൻ കേൾപ്പില്ലാത്ത, നാണം കെട്ട, നിറികെട്ട, കഴിവില്ലാത്ത, പരാജയമായി മാറിയിട്ടുള്ള, നട്ടലില്ലാത്ത ഭരണകൂടമായിട്ട് രാജ്യത്തിൻ്റെ ഭരണകൂടം മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ, CBSE പരീക്ഷകൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീറ്റ് പോലെയുള്ള എൻട്രൻസ് പരീക്ഷകൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. രാജ്യത്ത് നാണയപ്പെരുപ്പവും രൂപയുടെ മൂല്യത്തകർച്ചയും ഇന്ധനക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ, ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ, ഉള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനോ സാധിക്കാത്ത ഭരണകൂടം തങ്ങളുടെ കഴിവുകേടിനെ മറികടക്കാൻ വേണ്ടിയിട്ട്, അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളായിട്ടുള്ള സാധാരണക്കാരൻ്റെ, മുസ്ലിമിൻ്റെ, ദളിതൻ്റെ, ക്രൈസ്തവൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് ആൾക്കൂട്ട വിചാരണകൾ നടത്തി തല്ലിക്കൊല്ലുന്ന രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുകയാണ്. പശുവിൻ്റെ പേരിൽ, ബീഫിൻ്റെ പേരിൽ രാജ്യത്ത് ന്യൂനപക്ഷങ്ങള്, മുസ്ലിങ്ങള്, ദളിതന്, ക്രൈസ്തവന് ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, രാജ്യം ഇനി നേരിടാൻ മറ്റു പ്രതിസന്ധികളില്ല. എല്ലാ പ്രതിസന്ധികളും ഒരുമിച്ച് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളൊന്നും എവിടെയും ചർച്ചയാവരുത്. ഈ വിഷയങ്ങളൊന്നും എവിടെയും ചോദ്യങ്ങളായി ഉയരരുത്. ഈ വിഷയങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വോയിസ്, ശബ്ദമുണ്ടാകരുത്. അതിനെന്ത് വേണം? ജനങ്ങളെ തമ്മിലടിപ്പിക്കണം. ജനങ്ങൾക്കിടയിൽ വിദേശത്തിൻ്റെ, വിഷത്തിൻ്റെ, വെറുപ്പിൻ്റെ വിത്തുകൾ പാകണം. അക്രമത്തിൻ്റെ പാതയിലൂടെ ജനങ്ങളെ മുന്നോട്ട് നയിക്കണം. അതിനു വേണ്ടി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കി, ചേരിതിരിവുണ്ടാക്കി, വിഭജിച്ച് രണ്ട് ചേരിയിലേക്ക് ജനങ്ങളെ തരംതിരിച്ച് മാറ്റിയിട്ട് ആ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന കാഴ്ച അല്ലേ, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പശുവും ഗോമാതാവും ബീഫുമാണ് മുഖ്യമെങ്കിൽ ഈ രാജ്യം ലോകത്ത് തന്നെ ബീഫിൻ്റെ കയറ്റുമതിയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാ. എന്തേ ആ ബിസിനസ് അടച്ചു പൂട്ടാൻ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക്, ഭരണകൂടത്തിന് സാധിക്കുന്നില്ല? ഗോമാതാവിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഗോമാതാവിനോട് ആരാധന തോന്നുന്നുണ്ടെങ്കിൽ, ഗോമാതാവിനോട് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ, അത് ഗോമാതാവാണെന്നുള്ള പരിഗണന നൽകുന്നുണ്ടെങ്കിൽ എന്തേ ഈ കോർപ്പറേറ്റ് അറബുശാലകൾ അടച്ചു പൂട്ടാത്തത്? അത് അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ സംഘ് പരിവാറിന് ലഭിക്കുന്ന പ്രോഫിറ്റ് ഷെയർ അത് ലഭിക്കില്ല. സംഘ് പരിവാറിന് വന്നുകൊണ്ടിരിക്കുന്ന ഫണ്ടിങ്ങിൽ വലിയ ഇടിവുണ്ടാകും. അതുകൊണ്ട് അതൊന്നും അടച്ചു പൂട്ടാൻ പറ്റില്ല. പക്ഷേ ഗോമാതാവാണ്, പക്ഷേ ആരാധനാമൂർത്തിയാണ്, പക്ഷേ ദൈവമാണ്.
ദളിതൻ തൊട്ടുകഴിഞ്ഞ പ്രശ്നം, മുസ്ലിം തൊട്ടുകഴിഞ്ഞ പ്രശ്നം. എന്നാൽ കോർപ്പറേറ്റുകാരൻ കശാപ്പ് ചെയ്ത് പേക്ക് ചെയ്ത് കട്ട് ചെയ്ത് പേക്ക് ചെയ്ത് ഈ രാജ്യത്ത് നിന്ന് കയറ്റി അയച്ചിട്ട് അതിൻ്റെ പ്രോഫിറ്റ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല. അവിടെ ആരാധനയില്ല, അവിടെ ദൈവമില്ല, അവിടെ ആത്മാർത്ഥതയില്ല, അവിടെ സ്നേഹമില്ല, പശു സംരക്ഷണമില്ല. ഈ ഹിന്ദുത്വ ഭീകരവാദികൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരതയുടെ, ഫാസിസത്തിൻ്റെ, അക്രമത്തിൻ്റെ, കൊള്ളിവെപ്പിൻ്റെ, കൊള്ളയുടെ പര്യായമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 25-കാരനായ ഷഹസാദിൻ്റെ മൂത്ത സഹോദരൻ നൗഷാദ് അലി ഒരു കുറ്റവും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നൗഷാദ് അലിയെയും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയപ്പോൾ പരാതി കൊടുത്തതാ ബീഹാറിലെ 2.5 മാസം മുമ്പ്. ബീഹാറിലെ സംഘ് പരിവാർ സർക്കാർ ഗവൺമെൻറ് ആ പരാതിയെ കാണാൻ പോലും തയ്യാറായില്ല. മറിച്ച് ആ പരാതി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. ഇപ്പം നൗഷാദിനെ തല്ലിക്കൊന്നതിലും പരാതി നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ഉപകാരമുണ്ടാകുമോ പരാതി കൊണ്ട്? ഒരു പരാതി കൊണ്ടും ഒരു നീതിയും ലഭിക്കില്ല. കൃത്യമാണ് കാര്യങ്ങൾ. കാരണം ഈ അധികാര കസേരയിൽ ഇരിക്കുന്നവർ നൽകിയ നിർദ്ദേശത്തിൻ്റെയും ആജ്ഞയുടെയും പുറത്താണ് ഈ ഹിന്ദുത്വ ഭീകരവാദികൾ അഴിഞ്ഞാടുന്നത്. അവർക്ക് അധികാരത്തിൻ്റെ പിൻബലമുണ്ട്. ആ അധികാരത്തിൻ്റെ പിൻബലം കൊണ്ട് സാധാരണക്കാരായ പ്രതിരോധിക്കാൻ പോയിട്ട് പ്രതികരിക്കാൻ പോലും കെൽപ്പില്ലാത്ത സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് കാണുന്ന ഈ ആനന്ദ നൃത്തമുണ്ടല്ലോ, കാലം മറുപടി പറയിക്കാതെ ഒരു കാലത്തും ഒരു കാലചക്രവും കറങ്ങിത്തീർന്നിട്ടില്ല എന്നുള്ളത് സംഘ് പരിവാറുകാരൻ ഓർത്തു വെക്കുന്നത് നല്ലതാ. ലോകം പല രീതിയിലുള്ള ഏകാധിപതികളെ കണ്ടിട്ടുണ്ട്, പല രീതിയിലുള്ള ഫാഷിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്, പല രീതിയിലുള്ള വർഗീയവാദികളെ ലോകം കണ്ടിട്ടുണ്ട്. അവരൊന്നും കാലചക്രത്തിന് മുന്നിൽ കണക്ക് പറയാതെ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് സംഘ് പരിവാറുകാരൻ ഓർത്തു വെക്കുന്നത് നല്ലതാ. മനസ്സിലായില്ലേ? സാധാരണക്കാരൻ പട്ടിണി പാവങ്ങൾ, പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത നിരാലംബര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അധികാരത്തിൻ്റെ പിന്തുണയോടുകൂടി ഹിന്ദുത്വ ഭീകരവാദികൾ നടത്തുന്ന കിരാതമായ അക്രമത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് നൗഷാദ് അലിയും ഷഹസാദ് അലിയും. ഇത് മാസങ്ങൾക്ക് മുമ്പ് നടന്നതല്ല, മെനിഞ്ഞാന്ന് നടന്ന കാര്യമാ. കൃത്യമായിട്ട് ശനിയാഴ്ച ദിവസം നടന്ന കാര്യം. ഒരു യുവാവിനെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് വിജനമായ കൃഷിഭൂമിയിൽ കെട്ടിയിട്ട് ആയുധങ്ങൾ കൊണ്ട് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ആൾക്കൂട്ട വിചാരണയുടെ തല്ലിക്കൊന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ? സംഘ് പരിവാറിന് ഈ രാജ്യത്തിന് മുന്നിൽ മറക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ മറച്ചു പിടിക്കണമെങ്കിൽ എന്ത് വേണം? നിരന്തരമായ ആക്രമണങ്ങൾ രാജ്യത്തുടനീളം ഏകപക്ഷീയമായിട്ട് നടന്നുകൊണ്ടിരിക്കണം. പാവങ്ങളായിട്ടുള്ള, പ്രതികരണ ശേഷിയില്ലാത്ത, പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് കൂട്ടം കൂടി ആക്രമിച്ചു കൊല്ലണം. എന്നിട്ട് അത് വാർത്തയാകണം, അത് ചർച്ചയാകണം, അത് എല്ലാവരും കാണണം, അവരുടെ ഉള്ളിൽ ഭയമുണ്ടാകണം. മാത്രവുമല്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും മുഖ്യധാരയിലേക്ക്, പൊതുമധ്യത്തിലേക്ക് എത്താൻ പാടില്ല. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അടുത്ത ജീവിതത്തിലെ അടുത്ത ഒരു ടേണിംഗ് പോയിന്റിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാം അത്രയും ക്രമക്കേടുകളുടെ, കൊള്ളയുടെ പര്യായമായി മാറിയിരിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ പോലും ക്രമക്കേടുകൾ, CBSEയുടെ 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ പോലും ക്രമക്കേടുകൾ. രാജ്യത്ത് വളർന്നു വരുന്ന തലമുറയെ വെൽ എഡ്യൂക്കേറ്റഡ് അല്ല, വിദ്യാസമ്പന്നരല്ലാത്ത പാമരന്മാരായിട്ട് പൊട്ടന്മാരാക്കി മാറ്റാൻ വേണ്ടിയുള്ള പണികൾ. കാരണം എന്താ? വിദ്യ പകർന്നു കഴിഞ്ഞാൽ, വിദ്യ നുകർന്നു കഴിഞ്ഞാൽ, വിദ്യാസമ്പന്നരായി കഴിഞ്ഞാൽ ഈ
വെറുപ്പിന്റെ രാഷ്ട്രീയത്തോട് നോ പറയും. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ ചോദ്യങ്ങളുമായിട്ട് രംഗത്തെത്തും. അതുകൊണ്ട് തന്നെ ഇവറ്റകളൊക്കെ കഴുതകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും സംഘപരിവാർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ശ്രമങ്ങൾ നടത്തി നോക്കി. രാജ്യത്തിൻ്റെ ചരിത്രങ്ങളെ വെട്ടിമാറ്റിയും വളച്ചൊടിച്ചും കുത്തിത്തിരികിയും തിരികെ കയറ്റിയും ചരിത്രങ്ങളെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കി. പക്ഷേ എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടും ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയവനെന്നുള്ള വിളി മാത്രം ബാക്കിയാവുകയാണ്. സ്വതന്ത്ര സമര സേനാനികളെ ഒറ്റുകൊടുത്തവനെന്നുള്ള വിളി മാത്രം ബാക്കിയാവുകയാണ്. ബ്രിട്ടീഷുകാരൻ്റെ മുന്നിൽ മാപ്പെഴുതി കൊടുത്തവൻ്റെ പാരമ്പര്യക്കാർ, പിന്തുടർച്ചക്കാരെന്നുള്ള വിളി മാത്രം ബാക്കിയാവുകയാണ്. ചരിത്രങ്ങൾ വെട്ടിമാറ്റാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോൾ ഇനി വളർന്നു വരുന്ന തലമുറ അവർ പഠിക്കേണ്ട, അവർ വിദ്യാസമ്പന്നരാവേണ്ട, അവർ വിജ്ഞാനമുള്ളവരും വിവരമുള്ളവരുമായി മാറരുത്, അവർ പൊട്ടന്മാരാകണം. അപ്പോഴേ അവരുടെ ഉള്ളിലേക്ക് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ ഈസിയായിട്ട് പാകി മുളപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിന് പുറത്ത് രാജ്യത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയെ പോലും തകർത്ത് തരിപ്പണമാക്കുന്നതിലേക്ക് സംഘപരിവാർ ലക്ഷ്യമിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇത്തരം ചർച്ചകൾ വഴിമുട്ടിക്കാൻ വേണ്ടിയിട്ട്, ഇത്തരം ചർച്ചകൾ മുഖ്യധാരയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് ആൾക്കൂട്ട വിചാരണകൾ നടത്തിയിട്ട് തല്ലിക്കൊല്ലുന്ന ഹിന്ദുത്വ ഭീകരവാദികൾ, നിങ്ങളൊരു കാര്യം ഓർത്തു വെച്ചോ, ഈ കാലചക്രം ഒന്നിനും കണക്ക് പറയിപ്പിക്കാതെ കറങ്ങിത്തിരിയുമെന്ന് നിങ്ങളാരും കരുതേണ്ട.